താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് അടച്ചുപൂട്ടാനുള്ള മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉത്തരവ് സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. സ്ഥാപന ഉടമകളുടെ ഹർജിയിലാണ് ഇടക്കാല ഉത്തരവ്. ഫ്രഷ് കട്ടിൽ പരിശോധന നടത്താൻ നിർദ്ദേശം. ആകാശ് തരത്തിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ആകാശ, വർഷങ്ങളായി ഉള്ള പ്രതിഷേധമാണ്, കേസ് നടപടികളാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം അത് പൂട്ടി എന്നതിന്റെ അടിസ്ഥാനത്തിൽ വലിയ ആഹ്ലാദ പ്രകടനങ്ങളിലേക്കൊക്കെ കടന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കോടതിയുടെ ഒരു ഉത്തരവ് വരുന്നത്. തീർച്ചയായും രുചീഷ്, ഇന്ന് കമ്പനി അധികൃതർ ഹൈക്കോടതിയെ സമീപിച്ചത് ആ ഹർജി പരിഗണിക്കുന്നിടയിലാണ് ഇപ്പോൾ നിലവിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഉത്തരവ് തന്നെ സ്റ്റേ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഹൈക്കോടതി തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഇതിൽ ഈ സ്റ്റേ ചെയ്യാനുള്ള കാരണം കാണിക്കൽ നോട്ടീസ് ഈ കമ്പനിക്ക് നൽകിയിട്ടില്ല. അതുപോലും നൽകാതെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുക എന്ന കാര്യമാണ് പ്രധാനമായും കോടതി ചൂണ്ടിക്കാണിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഫ്രഷ് കട്ടുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്നൊരു സാഹചര്യമുണ്ട്. മഴ ശക്തമായപ്പോൾ താമരശ്ശേരി ഭാഗങ്ങളിലെല്ലാം വെള്ളം കയറി, ഫ്രഷ് കട്ട് ഫാക്ടറിയിലും വെള്ളം കയറി. ഈ വെള്ളം കയറിയതിലൂടെ ഈ മാലിന്യം പുഴയിലേക്ക് ഒഴുക്കി വിട്ടു എന്നുൾപ്പെടെയുള്ള പരാതി പ്രകാരമായിരുന്നു മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇത്തരത്തിൽ ഈ ഫ്രഷ് കട്ട് അടച്ചുപൂട്ടാനായിട്ടുള്ള ഒരു ഉത്തരവ് നൽകിയിരിക്കുന്നത്. അതിനാണിപ്പോൾ കമ്പനി തന്നെ ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിച്ചിട്ടുള്ളത്. ഇടക്കാല ഉത്തരവിലാണ് ഈ കാര്യം പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകൾ നടത്തണം. ജില്ലാ ഭരണകൂടവും കൂടാതെ ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിലെ എഞ്ചിനീയർമാരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഈ മാസം 13-ാം തീയതി ഈ ഹർജി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പരിശോധന നടത്തിയതിൻ്റെ റിപ്പോർട്ട് കൂടി കോടതിക്ക് മുമ്പാകെ നൽകണമെന്നാണ് ഇപ്പോൾ കോടതി തന്നെ വ്യക്തമാക്കുന്നത്. അതിനായി ജില്ലാ കളക്ടറും ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിലെ എഞ്ചിനീയർമാരും സ്ഥലത്തെത്തി നാളെ തന്നെ പരിശോധന നടത്തും എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അതിനുശേഷം അവർ നൽകുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാകും ഇത്തരത്തിൽ ഏതെങ്കിലും മലിനീകരണ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടോ, ഇവിടെയുള്ള ആളുകളുടെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഈ മാലിന്യം ഈ പുഴയിലേക്ക് ഒഴുക്കി വിട്ടോ ഉൾപ്പെടെയുള്ള കാരണങ്ങൾ കണ്ടെത്തി ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കണം. എന്നാൽ മാത്രമേ അതുമായിട്ട് മുൻപോട്ട് പോകാൻ സാധിക്കുള്ളൂ. നിലവിലെ ഈ മലിനീകരണ നിയന്ത്രണ ബോർഡ് നിലവിൽ നൽകിയിരിക്കുന്ന സ്റ്റേ അത് തന്നെ ഇടക്കാല ഉത്തരവിൽ തന്നെ ഇപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഇതിൽ കൂടുതൽ പരിശോധന വേണമെന്ന് തന്നെയാണ് പറയുന്നത്. യാതൊരുവിധ കാരണം കാണിക്കൽ നോട്ടീസ് പോലും ഈ കമ്പനിക്ക് ഫ്രഷ് കട്ടിന് നൽകാതെയാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി മാലിന്യ നിയന്ത്രണ ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിനാൽ തന്നെ കൃത്യമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമാകും കൂടുതൽ ഈ വിഷയവുമായി കൂടുതൽ കാര്യങ്ങൾ, ഈ പ്രശ്നങ്ങളുണ്ടോ, മാലിന്യം ഈ പുഴയിലേക്ക്. എന്തായാലും തൽക്കാലം ആ നടപടിക്ക് ഒരു സ്റ്റേ വന്നിരിക്കുകയാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന്. ഇനി കൂടുതൽ പരിശോധന വേണമെന്നാണ് ഹൈക്കോടതിയും ആവശ്യപ്പെട്ടിരിക്കുന്നത്.